അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ ഞെട്ടിപ്പിക്കുന്നൊരു റിപ്പോർട്ട് ഇക്കഴിഞ്ഞ ദിവസം അവർ പുറത്തുവിടുകയുണ്ടായി. 14 വർഷത്തിനു ശേഷം, അതായത് 2038 ജൂലൈ 12-ന് ഭൂമിയിൽ ഛിന്നഗ്രഹം കൂട്ടിയിടിക്കാനുള്ള സാധ്യത 72%. നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തിയാണ് നാസ ഇത്തരത്തിലൊരു നിഗമനത്തിൽ എത്തിയിട്ടുള്ളത്. ഭാവിയിൽ ഛിന്നഗ്രഹങ്ങൾ ഭൂമിയിൽ പതിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്നും അവയെ പ്രതിരോധിക്കാനുള്ള സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കാൻ ലോകം ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്നും ISRO ചെയർമാൻ ഡോക്ടർ ആർ സോമനാഥ് ഇന്നലെ ബാംഗ്ലൂരുവിൽ പ്രസ്താവിക്കുകയുണ്ടായി. അപ്പോഫിസ് ഛിന്നഗ്രഹം 2029 ഏപ്രിൽ 13-ന് ഭൂമിക്ക് വളരെ അടുത്തുകൂടെ കടന്നുപോകാനിരിക്കെയാണ് ISRO ചെയർമാൻ്റെ ഈ വാക്കുകൾ. 2036-ൽ ഈ ഛിന്നഗ്രഹം വീണ്ടും ഭൂമിക്ക് അടുത്തെത്തുമെന്നാണ് ശാസ്ത്രലോകം കണക്കാക്കുന്നത്. അദ്ദേഹം തുടരുകയാണ്: വ്യാഴത്തിൽ ഷൂമേക്കർ ലെവി എന്ന വാൽനക്ഷത്രം ഇടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം ഭൂമിയിലുണ്ടായാൽ അത് മനുഷ്യ വംശനാശത്തിന് തന്നെ കാരണമായി തീരും. ഇതൊക്കെ തള്ളിക്കളയാനാവാത്ത സാധ്യതകളാണ്. ഇത്തരം വെല്ലുവിളികളെ പ്രതിരോധിക്കാൻ നാം സജ്ജരാകേണ്ടതുണ്ട് എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ വിവിധ അധ്യായങ്ങളിലായി ഇത്തരം പ്രതിഭാസങ്ങളെക്കുറിച്ചൊക്കെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അൽ ഇൻഫിത്താർ എന്ന അധ്യായത്തിൽ പറയുന്നുണ്ട്: വൈദൽ കവാക്കിബുൻ തസറത്ത്, ഗ്രഹങ്ങൾ ചിതറി വീഴുമ്പോൾ. വൈദൻ നുജൂമുൻ കദറത്ത്, നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുമ്പോൾ. റബീഅ ഇബ്നു അനസ് അബിൽ ആലിയയിൽ നിന്നും അദ്ദേഹം ഉബയ്യ് ഇബ്നു കഅബിൽ നിന്നും ഉദ്ധരിക്കുന്ന ഈ ഒരു വാക്യം ഇങ്ങനെയാണ്: അന്ത്യനാളിന് മുമ്പായിട്ട് പലതരം ദൃഷ്ടാന്തങ്ങൾ പ്രത്യക്ഷപ്പെടാനുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 4 സൂര്യൻ്റെ പ്രകാശം അണഞ്ഞു പോവുക, നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുക, പർവ്വതങ്ങൾ ഭൂമിയിൽ ആപതിച്ച് തകർന്നു വീഴുക, സമുദ്രങ്ങൾ കരകവിഞ്ഞൊഴുകുക. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒക്കെ ധാരാളമായി അന്ത്യനാളിന് മുമ്പായിട്ട് സംഭവിക്കാനിരിക്കുന്നുണ്ട് എന്ന് ഖുർആനും അതുപോലെ തന്നെ നബിവചനങ്ങളൊക്കെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എന്നുകൂടി നാം ഇത്തരണത്തിൽ ഓർക്കുക.